ഹായ് ഹലോ, എന്തെല്ലാം വിശേഷം? സുഖമല്ലേ? അപ്പോൾ ഇന്ന് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളത് ഒരു 2 kg വെയിറ്റ് വരുന്ന 2 ടയർ കേക്കാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫ്ലേവർ വന്നിട്ട് നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, റെഡ് വെൽവെറ്റാണ്. അപ്പോൾ ഇത് 7 ഇഞ്ച് മോഡലും 5 ഇഞ്ച് മോഡലും കേട്ടോ ഞാൻ കേക്ക് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ബോട്ടം ലെയറിൽ 5 ലെയറായിട്ടും മുകളിലത്തെ ഇതിൽ 6 ലെയറായിട്ടും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ലൈറ്റ് ബ്ലൂവും വൈറ്റും കൊണ്ട് ചേർന്നിട്ടുള്ള കളർ കോമ്പിനേഷനാണ് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ തന്നെ അവർക്ക് കുറച്ച് പിക്ക് വിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് സെലക്ട് ചെയ്തൊരു മോഡലാണ് കേക്ക് ഡിസൈൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ കേക്കിൻ്റെ ബോട്ടം ഭാഗം കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ടോപ്പ് ഭാഗം ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ പൈപ്പിംഗ് ബാഗിൽ ക്രീം ആക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് കാരണമാണ് കേട്ടോ ഇങ്ങനെയുള്ള ഉടായ്പ പണികളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അത്രയും റിസ്ക് എടുക്കണ്ടല്ലോ വിചാരിച്ചിട്ട് എന്തായാലും കളർ മിക്സ് ആയിട്ടൊന്നുമില്ല. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് റബീഉൽ അവ്വലിൽ പള്ളിയിലേക്കുള്ള പത്രിയുടെ ഓർഡറൊക്കെ ഉണ്ടായത് കാരണം ഡെയിലി അതിൻ്റെ കൂടെ നമുക്ക് കേക്ക് ഓർഡറുകളും വരാറുണ്ട്. പക്ഷേ വീഡിയോ എടുക്കാനും പോസ്റ്റ് ചെയ്യാനൊന്നും സമയം കിട്ടാറില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ അതിൻ്റെ കൊണ്ടുപോകുന്ന സമയത്ത് പെട്ടെന്ന് ചെറുതായിട്ടൊരു വീഡിയോ എടുത്തിട്ടുണ്ട്. സാധനങ്ങളുടെയൊക്കെ ഒന്ന് സെറ്റാക്കിയതിന് ശേഷമുള്ള ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. അതും കൂടെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണണേ. അപ്പോൾ അങ്ങനെ ഞാൻ കേക്കിൻ്റെ സ്റ്റാക്ക് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. ടോപ്പ് ഭാഗം കൂടെ ടയർ കേക്കായിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം ഇതിൽ ഡെക്കറേഷൻ വന്നിരുന്നത് ജിപ്സം ഫ്ലവറും കുറച്ച് ബട്ടർഫ്ലൈയും കൂടെ ആയിട്ടുള്ളൊരു ഇതാണ് വരുന്നത് കേട്ടോ, ഡിസൈനാണ് വരുന്നത്. അപ്പോൾ ആദ്യം തന്നെ റിംഗ് റാപ്പ് നമ്മൾ ടാപ്പ് ഉപയോഗിച്ചിട്ട് ജിപ്സം ഫ്ലവറിൻ്റെ അതൊക്കെ നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിൻ്റെ അടിയിലൊക്കെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ടല്ലോ. അതിന് ശേഷമാണ് അത് ഫില്ല് ചെയ്ത് വെക്കുന്നത്. പിന്നെ അതിന് ശേഷം ഒരു ഹാപ്പി ബർത്ത്ഡേ ഒരു ടോപ്പറും 1 എന്നുള്ള ടോപ്പറും വെച്ച് കൊടുത്ത് ബട്ടർഫ്ലൈയും വെച്ച് കൊടുത്തിട്ട് കേക്കിൻ്റെ ലുക്ക് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നെയിം എന്തെങ്കിലും ഫോണ്ടനിൽ തന്നെ ഉണ്ടോ ബേസിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. കേക്ക് ഇഷ്ടമായാൽ എല്ലാവരും കമൻറ്റ് ചെയ്യണേ. ഇതോടൊപ്പം തന്നെ നമുക്ക് അടുത്ത ദിവസം രാവിലെ കൊടുക്കാനുണ്ടായിരുന്നത് 200 പത്തിരിയും അതിക്കുള്ള ചായയും പാൽ ചായയും പിന്നെ മധുരമുള്ള ചായയും മധുരമിടാത്ത ചായയും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിനോട് തന്നെ നമുക്ക് അതിലേക്കുള്ള ചിക്കൻ കറിയും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.